ഇതിൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ. കഥ ശരിക്കും പറഞ്ഞാൽ പണ്ട് അഗസ്ത്യ വനങ്ങളിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അഗസ്ത്യ മുനിമാർ അവരുടെ യൗവനം നിലനിർത്താനാണ് ഈ അഗത്തിച്ചീരിയും അതിൻ്റെ ഫ്ലവറൊക്കെ ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അഗത്തിച്ചീരിയാണ്. അഗത്തിച്ചീരയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. കാണുമ്പോൾ ചീര പോലെയല്ല, ഒരു മരം പോലെയാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് ഇതിൻ്റെ വിത്തൊക്കെ ഒത്തിരി ദൂരത്തു നിന്നൊക്കെ സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പല കളറുകളുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഈ കളറാട്ടോ. ഇതിൻ്റെ ഭംഗി നമുക്ക് ചെടിയായിട്ട് ഉപയോഗിക്കാനായാലും ഒരു ഭയങ്കര ഭംഗി ഇത് കാണാനായിട്ട്. പിന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഫ്ലവർ ആണെങ്കിലുണ്ടല്ലോ, നമ്മൾ മുട്ടയിട്ട് പൊരിക്കും, ചിക്കി പൊരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. ഒരുപാട് ആയുർവേദ ഗുണങ്ങളുള്ളതാണ്. ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് കഴിഞ്ഞാലേ നമുക്ക് ഈ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ വെളിച്ചെണ്ണയിൽ ചാലിച്ച് തേച്ച് ചൊറിച്ചിൽ കുറയും. ഇതിൻ്റെ എല്ലാ ഭാഗവും, അതായത് ഇല നമ്മൾ ഉപയോഗിക്കും, ഈ ഫ്ലവർ ഉപയോഗിക്കും. ഈ ഫ്ലവർ പറിക്കാൻ വൈകി കഴിഞ്ഞതുണ്ട് നമുക്ക് പയർ വരും. ഇത് മൂക്കാത്ത പയറാണെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഈ വിത്തിനിടാം. എന്തായാലും ഞാനിത് കൊണ്ട് നട്ടുപിടിപ്പിച്ച് കുറേ പേർക്ക് വിത്തും തൈയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇന്നത്തെ വിളവെടുപ്പായിട്ട് ഇതെടുക്കാം. ഇതുണ്ട്, ഇതൊരു ചെറിയ തൈയാണ്. നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നടാം. സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ നമുക്കിതൊക്കെ മതി. ചെറിയ 2 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം 2 അഗത്തിച്ചീരയൊക്കെ നട്ടുപിടിപ്പിക്കാം. ഇത് ക്രോപ്പ് ചെയ്ത് നിർത്തിയാൽ മതി. ഈ ഫ്ലവർ നമ്മൾ മുട്ടയിട്ട് ചിക്കി പൊരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരു പേടി തോന്നും. കാരണം ഇത് നമ്മൾ ചൂടാണ് സമയത്ത് ഇതിനൊരു വയലറ്റ് ഷെയ്ഡിലേക്ക് പോകും കളറ്. അതാണ് അതിൻ്റെ കളറ്. അത് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇതിപ്പോൾ ലൈറ്റ് റോസ് കളറുണ്ട്, റെഡ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്. അങ്ങനെ 3-4 കളറുകളിൽ മഞ്ഞുണ്ടെന്ന് പറയണം. വിത്തും തൈ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞോളൂ. എന്തായാലും നമ്മുടെ യവനൊക്കെ നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ഞാൻ വരുന്നതായിരിക്കും.